ഇന്ന് മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളും പിന്നെ എൻ്റെ അനിയത്തിയുമാണ് ഉള്ളത്. അസിസ്റ്റന്റ് വേണമല്ലോ, അതുകൊണ്ട് പിന്നെ അനിയത്തിയും കൂടെ വന്നിട്ടുണ്ട്. ചൂടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഒന്ന് ജ്യൂസ് വാങ്ങിയിട്ട് വരാൻ വേണ്ടി അനിയത്തെ ഓട്ടിച്ച് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ജ്യൂസും വാങ്ങിയിട്ട് ഇതാ വരെയാണേ. എന്തൊക്കെയോ പ്രാഗിയാണ് വരുന്നത്, കാരണം അവളെ വിട്ടാണ് ഫുൾ പണിയെടുപ്പിക്കുന്നത്. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഇറങ്ങാം എന്നുള്ള പ്ലാനിലാണ് ഇരുന്നത്. പക്ഷെ ഹസ്ബൻഡ് ഇന്ന് ഫ്രീ അല്ല, അപ്പോൾ നേരത്തെ എത്തണം. അതുകൊണ്ട് പിന്നെ അങ്ങനെ വെയിൽ മാറുന്നതെന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളിത് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വേറെ ഒരിടമല്ല, ഞങ്ങളുടെ ഇവിടെ കുറച്ചെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു സോമതീരം എന്ന് പറയുന്ന സ്ഥലം. നമ്മളവിടെ വന്നേ പറഞ്ഞെടുക്ക്. സോമതീരം സോമതീരം നിങ്ങളുടെ ഫാമിലി മെമ്പർ അല്ലേ ദോ നിക്കണേ? നീ എന്റെ വർഗത്തിലുള്ള തന്നെ, കുഴപ്പമില്ല. പോട്ട് ഓരോ സ്ലാബിലും കാലിൽ വെച്ചോണ്ട് പോണേ. ഇങ്ങോട്ടേക്ക് അതൊന്ന് പൊട്ടും. പപ്പ പോയി വാങ്ങിക്കൊണ്ടിരുന്നത് എവിടെ എവിടെ നോക്കട്ടെ നോക്കട്ടെ. ഇങ്ങനെ വെച്ചിട്ട് അതിനെവിടെ ആയി വയ്ക്കണ്ട, കയ്യിൽ പിടിച്ചിരുന്നോ? ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ പിടിച്ചത് കുഞ്ഞിന്റെ കയ്യിൽ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. നീ ഇങ്ങോട്ട് നോക്ക്. മക്കളെ കൊണ്ട് 3 കൊണ്ട് ഇങ്ങോട്ട് ഓട് ഓട് ഇങ്ങോട്ട്. നീ കളിന പശു കളിന എന്താണ് വ്യത്യാസം? നോക്ക്. ഓടിപ്പോ, അത് വീട്ടിൽ പോ. നീ നമ്മളിവിടെ കറങ്ങി വെച്ചിട്ട് വരാൻ പോ. നീ കാണിച്ചോട്. അവള് കറക്റ്റാ. നീ ഇങ്ങോട്ടോക്ക്. എന്റെ അവസ്ഥ എന്റെ അവസ്ഥ ഞാൻ ഏത് പിടിക്കട്ടെ? ഒന്നും കൂടെ എടുക്കട്ടെ. അതിന് എത്ര ഫോട്ടോ എടുത്തേ? അയ്യോ എന്റെ കല്ല് തോളിരിക്കില്ലേ അവള്? തോള നീങ്ങി അങ്ങ് പോയി ഇരിക്കില്ലടി. കാട് മടക്കി കാട് മടക്കി. അത് പാന്ന് പോവില്ല. അവിടെ ബൈക്കിൻ്റെ അടുത്തായിട്ട് കുറച്ച് പേര് നിൽക്കുന്നത് കണ്ടില്ലേ? അവർക്കൊന്ന് മോളെ ഫോട്ടോ എടുക്കാനായിട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഫോട്ടോ എടുക്കുന്നതിന് ഞങ്ങൾക്ക് എന്തായാലേ, ഞങ്ങൾ പറഞ്ഞു ഓക്കെ എടുത്തോ, ഒരു കുഴപ്പമില്ല, മോളെ എടുത്തു, അവൾ ഇരുന്ന് തരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞങ്ങളിവിടെ വന്ന് ഡ്രസ്സ് മാറ്റിയത്. അങ്ങനെ എന്തൊക്കെയോ വലിയ പ്രതീക്ഷകളോടെ ഡ്രസ്സ് മാറ്റി അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവൾ കാണിച്ചു കൂട്ടുന്ന നോയിക്കോളേ.
ചിരിക്കാൻ വേണ്ടി ഞാനും പാവ പയ്യന്മാരും എല്ലാവരും പറഞ്ഞിട്ട് അവൾക്ക് ഒരു അനക്കവും ഇല്ല. കാരണം അവരെല്ലാവരും കണ്ടപ്പോൾ ആളങ്ങ് പേടിച്ചിരിക്കുകയാണ്. പൊതുവേ എൻ്റെ മോൾ അങ്ങനെ വേറെ ആരുടെയും ബൈക്കിൽ കയറാറില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബൈക്കിലാണ് അവൾ വരാറുള്ളത്. പിന്നെ വേറെ ആരുടെയെങ്കിലും ബൈക്കിൽ എടുത്ത് എത്തുമെങ്കിൽ അവരവളെ പിടിച്ചോണ്ട് പോകുന്നു എന്നുള്ള ഒരു ഭാവമാണ്. ആ ഒരു ടെൻഷനാണോ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു എക്സ്പ്രഷനും ഇല്ല. ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വയ്ക്കുന്നതല്ലാതെ നോ എക്സ്പ്രഷൻ. എടുക്കട്ടാ മതിയാ കഴിഞ്ഞുണ്ടാ ഒരു ഫോട്ടോ എടുക്കട്ടെ മക്കളാ. എന്ത് ഇനി പിണക്കോ? എന്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാം വാ. അധികം നല്ല ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ചൂടും എല്ലാം കൂടെ ആയപ്പോൾ മോക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിടുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.